പ്രിയപ്പെട്ടവരെ, നാടകക്കാരുടെ സംഘടന നാടകം കേരളത്തിൽ നിന്ന് അതിവേഗം വേരൂന്നിൽ നിന്ന് പടർന്ന് പന്തലിച്ച് നിരവധി പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിരവധി കലാപ്രവർത്തനങ്ങളിലൂടെ തന്നെ അല്ലെങ്കിൽ തനത് പ്രവർത്തനങ്ങളിലൂടെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാടകിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിനൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ പയ്യന്നൂർ മേഖലയിൽ കലാകാരന്മാർക്ക് വേണ്ടി, നാടകക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ കോവിഡ് കാലത്ത് ഉറങ്ങിക്കിടക്കുന്ന നാടക രചനക്കാരും സംവിധായകരും ഒക്കെ മുന്നോട്ട് വരണം, സജീവമാവണം എന്നതിലൂടെ തന്നെ അരങ്ങ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിജിറ്റൽ മേഖലയിലൂടെ ഞങ്ങളൊരു നാടക മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഹ്രസ്വ നാടകമേള മത്സരം നടത്താൻ വേണ്ടി ധാരണയായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നാടകോത്സവം എല്ലാവരും കാണണം, അഭിപ്രായം പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടുകൂടി ഈ നാടക മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നാടകിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ ശൈലജ അവർകളാണ്. അവരുടെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. നാടക് പയ്യന്നൂർ മേഖലാ കമ്മിറ്റി നടത്തുന്ന ഓൺലൈൻ നാടക മത്സരം, നാടകമേള ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണല്ലോ. 2021 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 3 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നാടക മത്സരത്തിൽ 15 നാടക സംഘങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ നാടക പ്രവർത്തകർക്ക് വേണ്ടി നിജപ്പെടുത്തിയിരുന്ന ഈ നാടക മത്സരത്തിൽ ഈ 15 നാടക സംഘങ്ങളിൽപ്പെട്ട നാടക പ്രവർത്തകർക്ക് ഈ ഓണക്കാലം വലിയ ആഘോഷമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഓണക്കാലം നാടകകാലമാണ്. ഇവിടെ ഡിജിറ്റൽ മാധ്യമത്തിലെ നാടക മത്സരത്തിന് വേണ്ടിയാണെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെ നാടകമായി തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, റിഹേഴ്സലും കഥാപാത്രങ്ങളും സംവിധായകനും എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു നാടക അനുഭവം കുറഞ്ഞ ദിവസത്തിനുള്ള ഒരു നാടകം ചെയ്യുന്നതിന്റെ ഭാഗമായി 15 ഇടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ നാടകമേള ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇത് 2020-ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സന്തോഷം ഉണ്ടാകില്ല. കാരണം അന്ന് നമുക്ക് വലിയ ആവലാതികളും വേവലാതികളുമായിരുന്നു. ഡിജിറ്റൽ നാടകമേള ശരിയോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമത്തിലൂടെ നാടകം ചെയ്യാമോ, അത് ചെയ്താൽ അതൊരു പ്രവണതയായി മാറില്ലേ, നാടകത്തിന്റെ സൗന്ദര്യ ശാസ്ത്ര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമല്ലേ അത്, അതിന്റെ ജൈവികത നഷ്ടമാകില്ലേ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളും വിവാദങ്ങളും വിയോജിപ്പുകളും ഒക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അന്ന് നമ്മളുടെ മുന്നിൽ പാൻഡമിക് പെട്ടെന്ന് മാറും, നമ്മൾ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആലോചനയാണ് ഉണ്ടായിരുന്നത്, പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും പാൻഡമിക് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല. അതിന് എന്ന് പോകും എന്ന് പറയാനും നമ്മളാരും ആളല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഡിജിറ്റൽ ആയി മാറിക്കഴിഞ്ഞു. ചെറുതിലും ചെറുതായ കാര്യത്തിന് പോലും നമ്മൾ ഇന്ന് ആശ്രയിക്കുന്നത് ഡിജിറ്റൽ മേഖലയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ അവരുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഓഫീസുകൾ, സർക്കാർ സംവിധാനങ്ങൾ, പാർട്ടി പൊളിറ്റിക്സുകൾ, സംഘടനകൾ, എല്ലാവരും ഈ മാധ്യമത്തിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറി നിൽക്കാനാവില്ല. പക്ഷെ നമുക്ക് ഒന്നു മാത്രം വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്, വിശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണ്. നാടകത്തിന് അങ്ങനെ എല്ലാ കാലവും ഡിജിറ്റൽ ആർട്ടായി നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അരങ്ങ് തുറന്നു കിട്ടുന്നതിന്റെ ഇടയിൽ ഉള്ള ഒരു ബ്രിഡ്ജാണ് നമ്മളെ സ്വയം അതിജീവിക്കാൻ പ്രാപ്തരാക്കുന്ന, വിശ്വസിപ്പിക്കുന്ന, നമ്മുടെ കല ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ കാണികളെ വിശ്വസിപ്പിക്കുന്ന, അങ്ങനെ ഒരു പരസ്പരം വിശ്വസിപ്പിക്കുകയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഈ ഡിജിറ്റൽ നാടക ആക്ടിവിറ്റിയെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നിതിന് സംശയമില്ല, പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന്. വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന ആളുകളെ പോലെ, നീന്തൽ താരങ്ങളെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും നാടക പ്രവർത്തകർ. അരങ്ങ് തുറന്നു കിട്ടിയാൽ ഉടനെ നമ്മൾ അവിടേക്ക് ചാടും, കുതിച്ചു ചാടും. കാരണം നമ്മുടെ ജൈവമായ അവസ്ഥ, അതിന് പരം ആഹ്ലാദം നമുക്ക് മറ്റൊന്നുമില്ല. നമ്മുടെ കാണികൾ, കൈയടിക്കുന്നവർ, കണ്ണിൽ നോക്കി
ഡയലോഗ് പറയാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം, ആ ഒരു 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 വലിയ ലോകം, മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ആ ലോകം നമുക്ക് തിരിച്ചു കിട്ടുന്ന നിമിഷം നമ്മൾ അവിടേക്ക് കുതിച്ചു പായും. പക്ഷെ ഇപ്പോൾ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ ഈ കാലത്തെ അതിജീവിക്കാൻ നമ്മൾ ഈ ഡിജിറ്റൽ മാധ്യമത്തെ ഉപയോഗിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതിലെ രാഷ്ട്രീയവും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ നാടകക്കാർ അനുഭവിക്കുന്ന ഈ കാലത്തെ പ്രശ്നങ്ങളെ കുറച്ചെങ്കിലും, ആവിഷ്കാരം എന്ന് പറയുന്ന ആ അവസ്ഥയെ കുറച്ചെങ്കിലും നമ്മൾക്ക് ലഘൂകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള നിലപാട്. അതുകൊണ്ട് ഈ നാടകമേള അതിന്റെ ഭാഗമാകുന്നതിൽ, ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാടകം എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഇനി വരാനിരിക്കുന്ന ഇവിടെ സംസാരിക്കുന്ന എല്ലാവരും സൂചിപ്പിക്കും വരുന്ന ദിവസങ്ങളിൽ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നാടകപ്രവർത്തകരുടെ ഐഡന്റിറ്റി, സോഷ്യൽ ഐഡന്റിറ്റി, അവരുടെ സാമൂഹ്യ അംഗീകാരം, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സംഘടന തുടങ്ങിയത്. കോഴിക്കോടിന്റെ നാടക പ്രവർത്തകൻ, നാടകിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന ശാന്തൻ നമ്മളെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി 1/4 കോടി രൂപ സമാഹരിച്ചുകൊണ്ട് നാടകം നടത്തിയ ഒരു പ്രവർത്തനത്തെ പണപരമായ ഒരു പ്രവർത്തനമായി നാടക സംഘടന കാണുന്നില്ല. മറിച്ച് ഒരു നാടകക്കാരന് സമൂഹത്തിൽ കിട്ടേണ്ട അംഗീകാരം എന്താണ്, അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് ശേഷം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയ മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന നാളിൽ നാടക മേഖലയിൽ എന്നല്ല, കലാമേഖലയിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ പ്രവർത്തനത്തിന്റെ ഭാഗമാകാനാണ് നാടക സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ പങ്കാളികളായ എല്ലാവരെയും ഈ തരുണത്തിൽ ഓർക്കുകയാണ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. നന്ദി പറയാനാവില്ല, കാരണം അവരാരും നന്ദിക്ക് വേണ്ടിയല്ല അത് ചെയ്തിട്ടുള്ളത്. അവരോരോരുത്തരും കേരളത്തിന്റെ സാംസ്കാരികതയിലേക്ക് ഒരു ചെറിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇനിയും കൂടെ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മാത്രം അവരോടെല്ലാം നടത്തുന്നു. ഈ ഒരു നാടകമേള നടക്കുന്ന ഈ സമയത്ത് നാടകിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം കേരളം മുഴുവനും നടക്കുകയാണ്. ഒരുപക്ഷെ പയ്യന്നൂർ മേഖലയിൽ ഈ ഒരു മേള കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം തുടങ്ങും. എല്ലാ നാടക പ്രവർത്തകരും ഈ സംഘടനയുടെ പ്രവർത്തനത്തിലും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലും വിശ്വാസമുള്ള, താല്പര്യമുള്ള എല്ലാവരും ഈ സംഘടനയിൽ അംഗങ്ങളാകാൻ വേണ്ടി തയ്യാറാകണം. അതിനുവേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന നാളുകളിലും പയ്യന്നൂർ മേഖലാ കമ്മിറ്റിക്ക് അനുപമമായ വളരെ ഉയർന്ന രീതിയിലുള്ള നാടക പ്രവർത്തനങ്ങൾ നടത്താനാകട്ടെ, പുതിയ പുതിയ ആശയങ്ങൾ വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഈ മേളയിൽ, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സമിതികൾക്കും, അതിലെ എല്ലാ കലാകാരർക്കും, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ നാടക പ്രേമിക്കും, സംഘാടകർക്കും ഒക്കെ നാടക സംസ്ഥാന കമ്മിറ്റിയുടെ സ്നേഹാശംസകളും വിജയാശംസകളും അർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന, ഇതിനെ വിലയിരുത്തുന്ന ജൂറികൾ, ഇതിന്റെ കാഴ്ചക്കാരായിട്ട് കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളി കാഴ്ചക്കാർ, യൂട്യൂബിലൂടെ കാണാൻ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവരെല്ലാവരും എപ്പോഴും നാടകിനൊപ്പം ഉണ്ടാകും എന്ന് പ്രത്യാശിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നാടകമേള ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
പണിക്കാരൻ. അതിനു മുമ്പ് തെരുവ് പട്ടികളോടും പന്നികളോടും കടിപിടി കൂടി പശിയെടുക്കാൻ പാടുപെട്ടവൻ, ഊരും പേരുമറിയാത്തവൻ, ഊതിപ്പേൽപ്പിച്ച മുതലുമായി ഊരു നിൽക്കുന്നവൻ, മരണത്തിൽ കുറയാത്ത ശിക്ഷ അർഹിക്കുന്നവൻ, മരണത്തിൽ കുറയാത്ത ശിക്ഷ അർഹിക്കുന്നവൻ. ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ശരിയാണോ? ശരി തെറ്റുകൾ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മാറാം, എന്നാൽ പേരോ ദേശമോ മാറില്ലല്ലോ. പറയട്ടെ. എനിക്ക് ദേശമുണ്ട്, ഭാഷയുണ്ട്, പേരുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദുൾ മുദിൻ. നിസ്സാരനായ ഒരു മനുഷ്യൻ ഇത്രയും വലിയ പേരിന്റെ ആവശ്യം? നിന്ദിക്കുന്നവരുടെ ദാസൻ എന്നാണ് ആ പേരിനർത്ഥം. അഹങ്കാരിയാണ്, വിചാരണ കൂടാതെ തൂക്കിലേറ്റ തെമ്മാടി. അല്ല, സഹിഷ്ണുതയുടെ അവസാന വാക്കാണ് മുദിൻ. നിങ്ങളുടെ സ്വദേശം? അങ്ങയെ പോലെ ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരെയും പോലെ ഞാനും ഈ നാട്ടുകാരനാണ്. തെളിവ്? ഈ മണ്ണിൽ ജനിച്ചു എന്നത്, ഈ മണ്ണിൽ വളർന്നു എന്നത്, ഈ മണ്ണിൽ അലിഞ്ഞു ചേരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നത്. ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം ആവശ്യം. രേഖകളാണ്, രേഖകൾ. എന്താണ് ഇയാളുടെ പേരിലുള്ള കുറ്റം? ഒരു ദേശം മുഴുവൻ ആരാധിക്കുകയും മഹനീയമാണെന്ന് അവരോധിക്കുകയും ചെയ്ത പഞ്ചഗവ്യങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ചാണകം എന്ന പുണ്യവസ്തുവിൽ കാൽസ്പർശിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്തു. ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ഗന്ധമറിയാതെയല്ല ഞാൻ വളർന്നത്. മാട്ടിയിലെ തടങ്കൽ പാലത്തെ വിളിക്കപ്പെടുന്നതിന് മുമ്പ് കാലി വളർത്തിയാണ് ഞങ്ങളും ജീവിച്ചത്. നിർത്തണമെന്ന് പറയാട്ടോ. അയാൾ പറയട്ടെ. വളരെ മനോഹരമായി സംസാരിക്കുന്നു. അതിന് കാരണം അവളാണ്, എന്റെ അമ്മ. അവളിലൂടെയാണ് ഞാൻ എന്നെ കണ്ടത്, ഈ ലോകത്തെ അറിഞ്ഞത്, ഈ ലോകത്തെ ഞാൻ അറിഞ്ഞത്. അലീമ. അലീമ, അതെ അലീമ. പേര് പോലെ തന്നെ അറിവുള്ളവളായിരുന്നു അലീമ. ചന്തമുള്ള ചേര ചുറ്റി തോട്ടുവക്കത്തെ കോളാമ്പി പൂക്കളെ അകഞ്ഞു മാറ്റി അവൾ എന്നിലേക്ക് വന്നു. പ്രണയമായി പെയ്ത മഴയിൽ അക്ഷരങ്ങളായിരുന്നു, അവാച്യമായ അനുഭൂതികളായിരുന്നു, അതെ അനന്തമായ സംഗീതമായിരുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത, കേട്ടാലും കേട്ടാലും മതിവരാത്ത കഥകൾ. എല്ലാ കഥകൾക്കും ഒരു അവസാനം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകളിൽ ഇറങ്ങി ആസാമിലെത്തുകയും 6 നൂറ്റാണ്ടുകളോളം നാട് ഭരിക്കുകയും ചെയ്ത അഹോം രാജവംശം ഈസ്റ്റിന്റെ കമ്പനിക്ക് മുന്നിൽ അടിയറവ് പറയുന്നു. ഇവരൊക്കെ സമരം നയിച്ചത് വിദേശികളോടായിരുന്നു. നമ്മളോട് തന്നെ. എന്ത് പറ്റിയായിരുന്നു? വയറ് കഞ്ഞുമ്പോൾ ചിരിക്കുന്ന മുഖമായിരുന്നു ഇന്ത്യയുടെ. ഇന്നിപ്പോ വല്ലാതെ വാടിപ്പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ പൊക്കുന്ന മിഴികളിൽ, നക്ഷത്രങ്ങൾ പൊക്കുന്ന മിഴികളിൽ ചെറുപ്പിന്റെ ദുഃഖം. എന്ത് പറ്റി എന്റെ പെണ്ണിന്റെ ഉള്ളിൽ? നമ്മൾ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകേണ്ടി വരുന്ന നാളുകളെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെ കഴിയാതിരിക്കും മുതൽ? അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരുത്തി തരുന്ന അടിമ ഇന്ന് അറിവുകൾ പറഞ്ഞു തുടങ്ങി. സത്യമാണ് മുതൽ. പൗരത്വ രേഖകൾ കൈവശമില്ലാത്തവർ രാജ്യം വിടേണ്ടി വരും. വർത്തമാന പത്രങ്ങൾ അത് ആവർത്തിക്കുന്നു. നമ്മൾ പിരിയേണ്ടി വരും മുതൽ. എന്റെ പെണ്ണ് അലീമ ഇപ്പോഴുണ്ടായിരുന്നു.
വാ, എല്ലാവരും വാ, വാ. എല്ലാവരും വാ. വാ. പാപത്തിന്റെ സമുദ്രയാനം ബോധത്തിന്റെ കരതൊടുമ്പോൾ സാധ്യമാകുന്ന മനുഷ്യന്റെ തിന്മയെ തീണ്ടുന്ന വെണ്മയിലേക്ക് അയാൾ വെളിപ്പെട്ടു. പ്രാണനെ കവർന്നവന്റെ പ്രാണനെ ചൂഴുന്ന ഖേദം കൊണ്ടയാൾ സ്നാനപ്പെട്ടു. കപ്പൽ ഛേദത്തെ അതിജയിച്ച കപ്പിത്താന്റെ സ്വപ്നത്തിന്റെ ആഴങ്ങളിൽ പക്ഷേ വിധി അയാളെ കാത്തുനിന്നു. തൃഷ്ണക്കും കാലത്തിന്റെ നിർണയത്തിനുമിടയിൽ വീണുപോകുന്ന മനുഷ്യരെക്കുറിച്ച്. സതീഷ് തയ്യാറല്ലേ? ഒരു നിമിഷം.
സതി, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്മേ. എന്റെ അമ്മയെ കാണാൻ, എന്റെ വയസ്സായ അച്ഛന് പരിചരിക്കാൻ. എവിടെ എന്റെ സുമൈ മക്കളും എവിടെ? ഇറങ്ങി കാണുവാണ്. അമ്മേ, ഈശ്വരാ, എന്റെ മോൻ. ചിരിയൊരുക്കുമ്പോഴും ഞാനും ഉണ്ടായിരുന്നു അരികിൽ തന്നെ. സഖാക്കളെയെല്ലാം ദൂരേക്ക് മാറ്റി നിർത്തുമ്പോഴും ഉണ്ടായിരുന്നു അരികിൽ തന്നെ. ഇന്നലെ എന്ന പോലെ ഇന്നും മനസ്സിൽ കത്തി നിൽക്കുന്നു ഓരോ ചിതകളും. ഹലോ, ഞാനാ. എന്നാടാ ഈ നേരത്തെ? കാര്യമുണ്ട്, ഒരു വമ്പൻ കോളുണ്ട് മോളിന്നാ. നീ എന്താ കാര്യം വെച്ചാ തുറന്ന് പറ. ഏതോ ഒരു കോളേജില് ഒരു പെണ്ണ് ടെറസിന്റെ മോളിൽ നിന്ന് ചാടിയതാ. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ബന്ധപ്പെട്ടതാണെന്നാ പറഞ്ഞത്. എത്രയാ വേണ്ടതെന്ന് ചോദിച്ചു. കേസും കൊണ്ടാകുമ്പോൾ നമ്മളെ ബാധിക്കൂല. സംഗതി ഔട്ടായി. നിങ്ങൾ പോയി ചതിവർക്ക് അവരിപ്പോഴെത്തും. ഇത് കൊല്ലാ പാവം മോനെ. ഈക്കളിയാ രാജാ, നമുക്കില്ലേ മക്കള്? അച്ചോട്ടാ, ഈ ലോകത്ത് എത്രയോ പിള്ളേർ പഠിക്കുന്നു. ചിലത് നന്നാവും, ചിലത് നശിക്കും. നമ്മുടെ മക്കളെ നമുക്കറിയില്ലേ? അതറിയാ. പിന്നെന്താ? പോലീസ് എൻക്വയറി കഴിഞ്ഞു. നമുക്ക് ദയിപ്പിക്കാനുള്ള ചുമതല മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് നമുക്ക് തലവേദനയില്ല. നേതാക്കന്മാരുണ്ട്.
കുടുങ്ങിയാൽ അവരാദ്യം കുടുങ്ങും. പിന്നെ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും കൊണ്ടുവരാൻ പറ. രാജാ, ചൊറയൊന്നും ആരെന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല, അത്ര മാത്രം പറഞ്ഞാൽ മതി. എന്നാലും ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി. ഇനിയെങ്കിലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറ. ഞാൻ ആരോട് പറയാ? ഞാനേതായാലും സമ്മതിച്ചല്ലോ. കുറച്ചു കാലമായി ഈ പെണ്ണ് പഠിക്കുന്ന കോളേജിൽ ഭയങ്കര പ്രശ്നങ്ങളാ. പുറത്തു നിന്ന് ആൾക്കാർ കയറി ഇടപെടുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടെന്നാ പറയുന്നത് കേൾക്കുന്നേ. ഈ പെൺകുട്ടിയെ ആക്രമിച്ച സംഘത്തിലെ ചിലര് പെൺകുട്ടിയെ ഓടിച്ച് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറ്റി. ഭയം നോടുമ്പോൾ കാൽ തെറ്റി വീണതാണെന്നും അതല്ല ആവശ്യം കഴിഞ്ഞ് കൊന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാണെന്നും പറയുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടതല്ലേ മോനെ? അല്ല ശരിയായില്ലേ മോനെ? ആ കാലത്ത് രണ്ടുപേരും കൂടി വെച്ചാ ലക്ഷങ്ങൾ കൊടുത്ത് കുറ്റം ഏതോ ഒരു തന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നാ കേട്ടത്. എന്തായാലും ഇതിന്റെ പിന്നിൽ വമ്പന്മാരാ. പ്രഹസനത്തിന് പ്രതിയായ ഒരുത്തൻ ഹാജരാവും. കഷ്ടം. രാജാ, ഇനി ആരോ കാണാനുണ്ടാവില്ല. എന്നാ തീ കൊടുത്തേക്കല്ലേ? ഏതായാലും തീ കൊടുത്തേക്കല്ലേ? എന്തായാലും മുഖമൊന്നും കണ്ടു കളയാം. രാജാ, ധീരദേശാഭിമാനികളുടെയും സാംസ്കാരിക പ്രമുഖരുടെയും ജനനായകന്മാരുടെയും ചിതയൊരുക്കാൻ ഓടി നടന്ന നമ്മുടെ യച്ചുവേട്ടനെ ഇപ്പോഴിതാ താൻ പോലും അറിയാതെ സ്വന്തം മകൾക്ക് ചിതയൊരുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതും ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. എനിക്ക് ചെയ്യേണ്ടത് ജീവിച്ചത് സ്വപ്നം കണ്ടതും അവൾക്ക് വേണ്ടിയാണ്. എന്റെ വേദന ഞാൻ അറിയിച്ചിട്ടില്ല. അവളെന്നെ അച്ചോട്ടാ, നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും രാജ്യത്ത് ഒന്നാമതാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും എവിടെയോ നമ്മുടെ പെങ്ങന്മാർക്ക് നേരെ സ്വന്തം അച്ഛനും സഹോദരനും കയ്യോങ്ങുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ അവനവൻ സ്വയം തീരുമാനിക്കുന്നത് വരെ ഇത്തരം
ഇതാവർത്തിക്കാതിരിക്കാൻ സ്വന്തം മകൾക്ക് കൊള്ളി വെക്കേണ്ടി വന്ന ഒരു അച്ഛൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു സ്മാരകമാകും. എന്തായി കാണിക്കുന്നത്? അച്ചോട്ടാ, നിങ്ങൾ സ്വയം കുത്തി മരിച്ചുകൊണ്ട് ഈ നാട് നന്നൊന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരും അവരുടെ സ്വന്തം അമ്മയും മകളും സഹോദരിയുമായി കാണാത്തിടത്തോളം കാലം, നിയമവും പോലീസും നോക്കുകുത്തിയാവുന്നിടത്തോളം കാലം ഇതാവർത്തിക്കുക തന്നെ ചെയ്യും. ഇതാ നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണക്കാരൻ. മാപ്പ് ചോദിക്കാൻ എനിക്ക് അർഹതയില്ല. നഷ്ടപ്പെട്ടതിന് പകരം വെക്കാനും എനിക്കാവില്ല. പക്ഷേ ഒന്നറിയുക, നിങ്ങളുടെ മകളെ കൊന്നത് ഞാനല്ല നിങ്ങളുടെ മകളെ കൊന്നത്. ഇവൻ പ്രതി, വെറും പ്രതി, FIR പേര് ചേർക്കപ്പെട്ട വെറും പ്രതി. ഒരു മനുഷ്യനും ജനിക്കുമ്പോ പിടിച്ചു പറിക്കാരനോ കൊലപാതകയോ ആവുന്നില്ല. അവൻ വളർന്നു വന്ന സാഹചര്യവും പണവും അവനെ അങ്ങനെ ആക്കി തീർക്കാണ്. മതി, നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, എന്റെ മകളാ. പരാതി കേൾക്കേണ്ടവൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ കെട്ട കാലത്ത് ഞാൻ ആരോട് പരാതി പറയാൻ? ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിന്ന് ഇവരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ. എനിക്കാരോടും പരാതിയില്ല. വിധിയിന്നു ചിതയൊരുക്കിയിടുവാനെങ്കിലും വിതച്ചൊരാജീവന്റെ ജീവന്നു തന്നെയും ചിത കൂട്ടിയൊരു തിരികൊളുത്തുമാ ദുർവിധി ചിതയിതിൽ ഹുതി നൽകിടേ